നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് നമുക്ക് ടാസ്ക് മന്ത്രയിൽ രജിസ്റ്റർ ചെയ്യണതെന്ന്. നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ടാസ്ക് മന്ത്രയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇൻവൈറ്റ് ലിങ്ക് ത്രൂ ആണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ആ ആളുടെ ഇൻട്രൊഡ്യൂസർ ഐ ഡിയും ഇൻട്രൊഡ്യൂസർ യൂസർ നെയിമും നമുക്കിവിടെ ഇൻട്രൊഡ്യൂസറിൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് നെയിമാണ്. ഫസ്റ്റ് നെയിം നമ്മൾ ഏത് ഐ ഡി പ്രൂഫാണോ കൊടുക്കുന്നത്, നമുക്കിവിടെ ഒരു KYC വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ ആര് വന്നാലും നമുക്ക് ടാസ്ക് മന്ത്രയിൽ ആര് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്ത് കയറിയാലും നമുക്ക് അവരുടെ KYC നമുക്ക് വെരിഫിക്കേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ രജിസ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ആവണം. നമുക്ക് രജിസ്ട്രേഷൻ അല്ല, നമുക്ക് ടാസ്ക് മന്ത്രയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് KYC വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പേരും നമ്മുടെ ഡീറ്റെയിൽസും കൊടുക്കുന്നതൊക്കെ ID പ്രൂഫിൽ എങ്ങനെയാണോ അതിൻ്റെ അനുസരിച്ച് വേണം നമുക്ക് കൊടുക്കാൻ. ഇപ്പോൾ നമുക്ക് KYC ബാങ്ക് ഡീറ്റെയിൽസിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് KYC പ്രൂഫായിട്ട് നമ്മുടെ ആധാർ കാർഡോ വോട്ടർ ID യോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട്, ഈ 4 ഏത് വേണമെങ്കിലും നമുക്കിവിടെ നമ്മുടെ KYCയുടെ പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേര് എന്താണോ നമുക്കിവിടെ ഫസ്റ്റ് നെയിമായിട്ട് കിടക്കുന്നത് അത് ഫസ്റ്റ് നെയിമിൽ കൊടുക്കുക. ലാസ്റ്റ് നെയിമിൽ അതിനകത്ത് കിടക്കുന്ന ലാസ്റ്റ് നെയിം എന്താണോ അത് കൊടുക്കുക. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ലാസ്റ്റ് നെയിം കാണില്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടുപേരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേര് നമുക്കവിടെ കൊടുക്കാൻ പറ്റും ലാസ്റ്റ് നെയിമായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ID നമ്മുടെ ID പ്രൂഫിനകത്ത് കൊടുക്കുന്നതിൽ ലാസ്റ്റ് നെയിം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് നമ്മുടെ വീട്ടുപേരുണ്ടായിക്കില്ല അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇനീഷ്യലായിട്ട് നമുക്കവിടെ കൊടുത്താലും നമുക്കത് ഓക്കെയാണ്. ഇനി നമുക്കുള്ളത് ഫീമെയിലിന് വേണ്ടി മാത്രമാണ് ടാസ്ക് മന്ത്രയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എന്താണോ പ്രൂഫിനകത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറാണ്. ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നത് ആക്റ്റീവായിട്ടുള്ള നമ്പർ അയക്കണം. അതായത് അതിനകത്ത് നമ്മൾ റീചാർജ് ചെയ്യാത്തതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്തതായിട്ടുള്ള നമ്പർ ആണെങ്കിൽ അവിടെ OTP സെൻഡ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ നമ്മുടെ മൊബൈൽ വർക്കിംഗ് ആണോ, ആ മൊബൈൽ നമ്പർ വർക്കിംഗ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ആ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു OTP സെൻഡ് ആവും. ആ OTP എന്നിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആയിട്ട് നമുക്ക് മാറും. അതുപോലെ തന്നെ ഇമെയിൽ ID നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID വേണം നമ്മൾ കൊടുക്കാൻ. കാരണം ഇത് രണ്ടും നമുക്ക് ഇതിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഇമെയിൽ ID വർക്കിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിൽ നമുക്ക് ചില സമയത്ത് സ്പാമിലൊക്കെ വന്ന് കിടക്കും, നമ്മുടെ OTP ഒക്കെ സെൻഡ് ആവുന്നത് സ്പാമിൽ വന്ന് കിടക്കും. അതൊക്കെ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിൻ്റെ ഇത് ഫുള്ളായി കിടക്കുന്നുണ്ടായിരിക്കും, മെസ്സേജസൊക്കെ വന്നിട്ട് ഫുള്ളായി കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത വല്ല മെയിൽ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തിൽ OTP സെൻഡ് ചെയ്താൽ അത് നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. OTP നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ എന്നുള്ളതിനകത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈഡ് ആവും. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കൺട്രി, ഇപ്പം നിലവിൽ ഇന്ത്യൻസിന് മാത്രമാണ് ഇതിവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ ആയിട്ടുള്ള സിറ്റിസന് രജിസ്റ്റർ ചെയ്യാമെങ്കിലും ലോകത്തെ ഏത് കോണിക്ക് നിന്നാലും നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ള കൺട്രിയിലെ ആയിരിക്കണം നമ്മൾ സിറ്റിസൺ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിലവിൽ ഇന്ത്യൻസിന് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫിൽ ഏതാണോ ഉള്ളത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമ്മൾ യൂസർ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം നമുക്ക് കൊടുക്കാം. ബട്ട് ആ യൂസർ നെയിം കൊടുക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. കാരണം നമ്മൾ ആ യൂസർ നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴായാലും നമ്മുടെ ടാസ്ക് മന്ത്രയുടെ സൈറ്റ് ലോഗിൻ ചെയ്ത് കയറുന്നതിന് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടാണ് നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഏതാണോ യൂസർ നെയിം അത് ഓർത്ത് വെച്ചിട്ട് വേണം നമ്മളിവിടെ കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ടത് പാസ്വേഡ് എന്നുള്ളത് നമ്മുടെ കീ ആണ്. നമ്മളത് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ പാസ്വേഡ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് അതിനകത്തുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം, അറ്റ്ലീസ്റ്റ് 1 ലെറ്റർ ക്യാപിറ്റൽ വേണം. ഇവിടെയൊക്കെ താരം എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്ററും വേണം, മിനിമം ആയിട്ടുള്ള ന്യൂമറിക്കും നമുക്ക് വേണം. അതുപോലെ തന്നെ 7 ലെറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് മിനിമം നമുക്ക് 7 ലെറ്റേഴ്സ് വേണം. അതിന് കൂടി നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സും
നമ്മുടെ ലെറ്റേഴ്സും ഒക്കെ ആയിട്ട് ഒരു പാസ്വേഡ്, ഒരു സ്ട്രോങ് പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും വീണ്ടും നമ്മൾ കൺഫേം പാസ്വേഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു പാസ്വേഡ് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കണ്ടിന്യൂവിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരും. നമ്മുടെ പേര്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരും. അത് ഓക്കെ ആണെങ്കിൽ നമ്മളവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ എഴുതി വരും. അപ്പോൾ ആ ക്രിയേറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇതിൽ കയറാൻ പറ്റും. ടാസ്ക് മന്ത്രയിൽ നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ആദ്യമേ സാമ്പിൾ വർക്കൊക്കെ നോക്കാനുള്ള അവസരം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിനകത്തുള്ള വർക്കുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് താല്പര്യപ്പെട്ടാൽ, നമുക്ക് എന്നാണോ ടാസ്ക് മന്ത്രയിൽ ആക്റ്റീവ് പാർട്ട്ണർ ആവാൻ താല്പര്യപ്പെടുന്നത് അന്ന് നമുക്കിതിൽ ആക്റ്റീവ് പാർട്ട്ണറായിട്ട് നമുക്ക് വരാവുന്നതാണ്. അതിന് ചെറിയ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ആക്റ്റീവ് പാർട്ട്ണറായിട്ട് വരാവുന്നതാണ്. താങ്ക് യു.